എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളികളുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് പച്ചമുളക്. ഭക്ഷണത്തിന് രുചി നൽകുന്നതിനപ്പുറം ആരോഗ്യകാര്യത്തിലും സ്ത്രീകളുടെ സുരക്ഷയ്ക്കുള്ള പെപ്പർ സ്പ്രേയിൽ വരെ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ഉപകാരപ്രദമായ പച്ചമുളക് വിഷമില്ലാതെ നമ്മുടെ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം എന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വിത്ത് പാകുന്നത് മുതൽ കൂടുതൽ വിളവ് ഉണ്ടാകാനുള്ള പ്രത്യേക ജൈവവള പ്രയോഗങ്ങൾ വരെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉണ്ടാകും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. അതിനു മുമ്പായിട്ട് പച്ചമുളക് എന്തിനു നമ്മൾ നടണം, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ്, ഇതൊക്കെ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. പച്ചമുളകിൽ ആപ്പിളിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. മുളകിലെ ക്യാപ്സൈൻ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് വേഗത്തിൽ അലിയിച്ച് കളയാനും സഹായിക്കുന്നു. രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും രക്തം കട്ട പിടിക്കുന്നത് തടയാനും സഹായിക്കുന്നു. മുളകിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ കാരണം ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ കൂടുതൽ കാലം ഇരിക്കാനും മുളക് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഗുണങ്ങളുള്ള പച്ചമുളക് നമുക്കിനി എങ്ങനെ നടാമെന്ന് നോക്കാം. അപ്പം നടാനായിട്ട് കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണ് എടുക്കുക. പച്ചമുളകിനെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം മുരടിപ്പാണ്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് സൂര്യതാപീകരണം ചെയ്ത മണ്ണ് വേണം എടുക്കാനായിട്ട്. മണ്ണ് പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടി 2-3 ആഴ്ച വെയിലത്ത് വെച്ച് ഉണക്കിയ മണ്ണ് വേണം എടുക്കാൻ. ഇത് ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് വാം ഇട്ട് കൊടുക്കണം. ഇത് മണ്ണിൽ നല്ല ബാക്ടീരിയകളെ വളർത്താനായിട്ട് സഹായിക്കും. മണ്ണ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം ചേർക്കണം. എന്തെങ്കിലും കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. വിത്ത് പാകി 1 മാസം പ്രായമാകുന്ന ചെടികൾ വേണം പറിച്ചു നടാൻ. 5-6 ദിവസം കൊണ്ട് വിത്ത് മുളയ്ക്കും. വിത്ത് മുളയ്ക്കാനും രോഗങ്ങൾ തടയാനും പാകുന്നതിന് മുൻപ് സ്യൂഡോമോണസ് ലൈനിയിൽ 30 മിനിറ്റ് മുക്കി വെക്കണം. ചെടികളായിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ തൈകൾ വാങ്ങിയിട്ട് നടാം. നട്ടതിന് ശേഷം കുറച്ച് വാം ഇതേപോലെ വെള്ളത്തിൽ കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീടുള്ള വളർച്ചയ്ക്ക് മുരിങ്ങയില കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു നൈട്രജൻ വളമാണ്. ചെടികൾ അത്യാവശ്യം വളർന്നു കഴിയുമ്പോൾ ഉള്ളിത്തൊലി, പഴത്തൊലി, മുട്ടത്തോട് എന്നിവ ഉണക്കി പൊടിച്ചിടുന്നത് കൂടുതൽ മുളക് ഉണ്ടാകാൻ സഹായിക്കും. ചെടികളുടെ മുകൾ ഭാഗം ചെറുതായി നുള്ളിക്കളയുന്നത് കൂടുതൽ ശാഖകൾ വരാനും അതുവഴി കൂടുതൽ മുളക് കിട്ടാനും സഹായിക്കും. മുളകിനെ ബാധിക്കുന്ന പ്രധാന വില്ലനാണ് മുരടിപ്പ്. ഇതിനായി വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം അല്ലെങ്കിൽ ഇതേപോലുള്ള വേപ്പധിഷ്ഠിത ജൈവ കീടനാശിനിയോ തളിക്കാം. വേരുചീയെ തടയാനായിട്ട് ട്രൈക്കോഡർമ ചേർത്ത് കൊടുക്കാം. വേരുകൾ കരുത്തോടെ വളരാൻ കറ്റാർ വാഴയും ശർക്കരയും ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പൂകൊഴിച്ചിൽ തടയാനായിട്ട് ക്യാപ്സിക്കം പോലുള്ള ചെടികളിലാണെങ്കിലും പൂകൊഴിച്ചിൽ നന്നായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പം അതൊക്കെ തടയാനായിട്ട് കായം ലായനി തളിക്കാം. ചെറിയ കഷ്ണം കായം വെള്ളത്തിൽ അലിയിപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. മുളക് നല്ല ശാഖകളൊക്കെ വന്നിട്ട് നിറഞ്ഞ് ബുഷായിട്ട് നിൽക്കാനായിട്ട് പ്രധാന തണ്ട് വരുമ്പോൾ അതിൻ്റെ അഗ്രം നുള്ളി കൊടുക്കുക. അപ്പോൾ വരുന്ന 2 തണ്ടിൻ്റെ അഗ്രം നുള്ളി കൊടുക്കുക. അപ്പോൾ കൂടുതൽ ശാഖകളൊക്കെ വന്ന് കൂടുതൽ മുളകൊക്കെ കിട്ടും. ഇത് കാശ്മീരി മുളകാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മുളക് മുരടിപ്പില്ലാതെ ഇതേപോലെ നന്നായിട്ട് തന്നെ ഇലകളൊക്കെ നന്നായിട്ട് തന്നെ നിൽക്കും. മുളകിന് എരിവ് കൂടാനായിട്ട് വിളവെടുപ്പിന് മുൻപ് നനയ്ക്കുന്നത് കുറയ്ക്കും. മുളകിന് അത്യാവശ്യം വെയിൽ മതി. എപ്പോഴും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ മുരടിപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റി വെച്ച് നോക്കുക. പിന്നെ ചോട്ടിലെ ഇലകളൊക്കെ മാറ്റി കൊടുക്കുക. പിന്നെ വായുസഞ്ചാരമൊക്കെ കിട്ടുന്ന രീതിയിൽ വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് മുളക് വളർത്തിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ താങ്ക് യു.